ആലപ്പുഴ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. 2 ദിവസമായി പെയ്യുന്ന മഴയിൽ കായംകുളം നഗരസഭയിൽ ഉൾപ്പെടെ വീടുകളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു, മേൽക്കൂര പറന്നുപോയി. എരമല്ലൂരിൽ ട്രെയിലർ ദേശീയപാതയിൽ കുടുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു. 4 ദിവസമായി ആലപ്പുഴ ജില്ലയിൽ മഴ വ്യാപകമായി പെയ്യുന്നുണ്ട്. മഴ കനത്തോടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി. ഏറ്റവും കൂടുതൽ മഴ പെയ്ത കായംകുളം, ഹരിപ്പാട്, ചേർത്തല, കണ്ടല്ലൂർ, പത്തിയൂർ, കുട്ടനാട്ടിലെ തലവി തുടങ്ങിയ മേഖലകളാണ് രൂക്ഷമായ വെള്ളക്കെട്ടുള്ളത്. കൃഷ്ണപുരം പഞ്ചായത്തിൽ മാമ്പർക്കുന്നൽ മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കായംകുളം നഗരസഭയിലെ 7ാം വാർഡിൽ 60 വീടുകളിലാണ് വെള്ളം കയറിയത്. അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ആലപ്പുഴ നഗരസഭയിലെ വലിയകുളത്ത് 20 വീടുകൾ വെള്ളം കയറി. കളർകോട് കൃഷി ഓഫീസിലും വെള്ളം കയറിയിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ്. പറവൂർ, കപ്പക്കട കിഴക്ക് 100 വീടുകൾ വെള്ളം കയറി. ഇവിടെ നിർമ്മാണത്തിൽ നിന്ന റോഡും ഒലിച്ചുപോയി. കനത്ത മഴയിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം നേരിട്ടു. തലവടി പഞ്ചായത്തിൽ ശക്തമായ കാറ്റിൽ വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. ഷീറ്റെല്ലാം ഒടിഞ്ഞു പോയി. ഒരു മാർഗവും ഇല്ല. ഇനിയിപ്പോൾ ഷീറ്റ് കയറ്റാനോ പൈപ്പ് എൻ്റെ ഒരു മാർഗവും ഇല്ല. വലിയ ബുദ്ധിമുട്ടിയാണ് ഓരോ നേരം കഴിഞ്ഞു പോകുന്നതാണ്. വണ്ടാനത്ത് കനത്ത മഴയിൽ വീട് ഇടിഞ്ഞു വീണു. ദൈവത്തിങ്കൽ വെളിയിൽ പ്രദീപിന്റെ വീടാണ് തകർന്നത്. ആലപ്പുഴ നഗരസഭാ പരിധിയിൽ 7 മരം കടപുഴകി വീണു. ആർക്കും പരിക്കില്ല. തുറവൂർ അരൂർ ദേശീയപാതയിൽ എരമല്ലൂരിൽ യന്ത്രത്തകരാർ മൂലം ട്രെയിലർ റോഡിൽ കുടുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ അരൂക്കിറ്റ് റോഡിലേക്ക് തിരിച്ചുവിട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ദേശീയപാതയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. അർത്തുങ്കൽ പുറംകടലിൽ എഞ്ചിൻ തകരാറിലായി ഒറ്റപ്പെട്ട ബോട്ടിലെ 9 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് രക്ഷപ്പെടുത്തിയത്. പുലർച്ചെ ബോട്ട് കെട്ടിവലിച്ച് തോട്ടപ്പള്ളി ഹാർബറിൽ എത്തിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.